കേരളത്തിലെ ആര്യാധിനിവേശം അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വം കേരളത്തിന് അല്പം നല്ല ഗുണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും കൂടെ അതിനേക്കാൾ ഇരട്ടി ദുഷ്ഫലങ്ങളായിരുന്നു കേരളത്തിന് നൽകിയിരുന്നത്. അതിലേറ്റവും കഠിനമായിട്ടുള്ളതായിരുന്നു ചാതുർവർണ്ണ്യം. ചാതുർവർണ്ണ്യം എന്നാൽ നിറത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ വേർതിരിച്ച് നിർത്തുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഈ ചാതുർവർണ്ണ്യം. സംഘകാലത്ത് കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനവിഭാഗത്തിന് വിദ്യാഭ്യാസത്തിനുള്ള അവസരം തുല്യമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബ്രാഹ്മണ മേധാവിത്വം ഉറച്ചു വന്നതോടുകൂടിയിട്ട് താഴ്ന്ന ജാതിക്കാരെന്ന് മുദ്രകുത്തപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയായിരുന്നു. സംഘകാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിൽ ചെയ്ത് ജീവിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. മാത്രമല്ല ബാലവിവാഹവും ബഹുഭാര്യത്വവും ഒന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ആര്യാധിനിവേശം കടന്നു വരികയും ബ്രാഹ്മണ മേധാവിത്വം കേരളത്തിൽ വേരുറപ്പിക്കുകയും ചെയ്തതോടുകൂടിയിട്ട് എല്ലാം മാറി മറിയുകയായിരുന്നു. സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള മാന്യത ഇടിയുകയും പുരുഷൻ്റെ വെറും ഉപഭോഗ വസ്തുവായിട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ കഴിയാൻ വിധിക്കപ്പെട്ടവളായി മാറുകയായിരുന്നു സ്ത്രീകൾ. ന സ്ത്രീ സ്വതന്ത്രമർഹതി എന്നായിരുന്നു ബ്രാഹ്മണരുടെ അനുശാസനം. ഇവയൊക്കെയാണ് ബ്രാഹ്മണാധിപത്യത്തിന് ശേഷം കേരളത്തിൽ വന്ന മാറ്റങ്ങൾ.